ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അയ്യോ, ഒട്ടും ലൈറ്റ് ഇല്ല അല്ലേ? നമുക്കൊരു ഷൂട്ടുണ്ട്, വിഷുവിന്റെ ഷൂട്ട്. 14-ാം തീയതിയാണ് വിഷു. ഇന്ന് എത്ര ഡേറ്റ്? 12. ഇന്ന് 11, 12. ഇന്നാണ് നമ്മൾ വിഷുവിന്റെ ഷൂട്ട് എടുക്കാൻ പോകുന്നത്. നോർമലി ഞാൻ ഇങ്ങനെയുള്ള ഒക്കേഷണൽ ഷൂട്ട്സ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഒരൊറ്റ ഷൂട്ടൊക്കെ എടുക്കാറുള്ളൂ സാധാരണഗതിയിൽ. വലിച്ചു വരും ഒത്തിരി ഷൂട്ട് ഞാൻ അങ്ങനെ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേക്ക് ഓവർ ചെയ്യുന്നത് മേക്ക് ഓവർ ബൈ അൻഷ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ അൻഷയാണ്. നമ്മളിപ്പോൾ പോകാനായിട്ട് റെഡി ആവാൻ പോവുകയാണേ. അപ്പോൾ ഇന്ന് ശരിക്കും എൻ്റെ ഒരു ഷൂട്ട് മാത്രമായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ദുവാമിയ ഇന്ന് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ദുവാമിക്ക് ഒരു കോസ്റ്റ്യൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദൂന് ഞാനൊരു മുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ മുന്നിക്ക്. അപ്പോൾ ഇനിയിപ്പം റെഡി ആയി പോകണം. ഇപ്പം സമയം ഓൾറെഡി 1 മണി കഴിഞ്ഞു. നമുക്ക് 2:30-ക്കാണ് നമ്മൾ മേക്കപ്പിന് ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇനി ആദൂനതേ റെഡിയാക്കി ഇവിടെ ബെഡിൽ സെറ്റ് ചെയ്ത് ഇരുത്തിയിട്ടുണ്ട്. റെഡി ആയിട്ടില്ല, ഷർട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അല്ലാണ്ട് അരുത് അസറ് പുറത്ത് പോയിട്ട് വന്നതാ. അപ്പോൾ ഇനി നമുക്ക് റെഡിയാവാം. റെഡിയായി പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങാം. ഓക്കെ. അതൊന്ന് ഉറക്കം വരുന്നു. പക്ഷെ ഞാൻ ഓൾറെഡി കുറുക്കൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിരുത്തിയിരിക്കുകയാണ്. അതിൻ്റെ അന്ന് നമ്മളൊരു ഷോർട്സ് ഇട്ടില്ലേ, മറ്റേ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന, അത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കിന്നിന് ചില പ്രശ്നമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോവുകയെന്നുള്ളത്. അത് ശരിക്കും എക്സിമ എന്ന് പറയുന്നൊരു സ്കിൻ ഇഷ്യൂ ഉണ്ട്. അതാണ് അതിന്. പിന്നെ ഈ മാങ്ങയൊക്കെ അലർജി ആട്ടോ. മാങ്ങയൊക്കെ കഴിക്കുമ്പം ഫുൾ ഇങ്ങനെ കുരുകുരാ വരുന്നുണ്ട്. ഞാൻ വേറെ ക്രീംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, സെബാമെഡാണ് അതൊന്നും യൂസ് ചെയ്യാറുള്ളത്. നോർമലി എല്ലാവരും ചോദിക്കും ഏത് ക്രീമാ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. ഇതൊക്കെ ഓ ബണ്ണ് കൊടുക്കാനാ ഓടി അവൻ. അത് കണ്ടു. എടുത്തോ മക്കളെ, എടുത്തോ പൊന്നെടുത്തോ. ഇത് കൊട്ടണം ഇവിടെ. ഓ ഒന്നിനും ആവശ്യമില്ലാത്ത സമയത്ത് ബട്ടണും കാണത്തില്ല. അതെന്താത് റൂമൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. ഫുൾ മെസ്സി ആയിട്ട് കിടക്കാണ്. കാരണം രാവിലെ ഇതൊക്കെ പുറക്കി ഒതുക്കി പിള്ളേരും ഞങ്ങളും. അയ്യോ, കൊള്ളാമോ? അതിനിത് പോരെ? ചപ്പൽ നമുക്ക് പോകാൻ നേരം ഇട്ട് കൊടുക്കാമേ. എനിക്ക് പോയി നിന്റെ മേക്കപ്പ് ചെയ്യണ്ട. നമ്മൾ അവിടെ പോയി നിനക്ക് ചിലപ്പോ ഷൂട്ട് ഉണ്ടാവും. ബാ, ഹെയർ ചെയ്തരാ. ഓടി 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 ഓടി. ടൈമില്ല. ഈ മുടി എങ്ങനാ നല്ല എന്നെക്കാളും ഹൈറ്റ് ഒക്കെ ആയി. അസറ എവിടെ ഇരിപ്പുണ്ട്. താഴത്തെ കമ്മൽ എവിടെ? അയ്യോ, അവിടെ പോയി. എനിക്കറിഞ്ഞൂടാ. കണ്ടിന്യൂറ്റിയാ. എനിക്കറിഞ്ഞൂടാ. ഞാൻ എപ്പോഴും മുറിക്കാറ്. നീ ആ ഡ്രസ് ഊരിയ സ്ഥലത്ത് നോക്ക്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പോയി. തൽക്കാലം നമുക്ക് ഇതിനകത്ത് താജ്മഹൽ ഒന്നും കെട്ടാതെ ഇത്രയും വെക്കാം. ഓക്കെ, പൊക്കോ. നോക്കട്ടെ. അത് കോമ്പി കേട്ടോ. കോമ്പിയനെ ഉമ്മി പോയിട്ട് ഇതേ വരുന്നേ. ഇങ്ങനെ കോമ്പി ചെയ്ത് കാണിച്ചേ. രാവിലെ കാണിച്ചേ കോമ്പി ഇങ്ങനെ. എന്റെ പല്ല്. ഞാൻ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ആ ദുവാമിയുടെ ഡ്രസ്സ് അതൊന്ന് ഓൾട്ടർ ചെയ്യാനായിട്ടേ കൊടുക്കണം കേട്ടോ. അതിനിപ്പം പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഷർട്ടാണ് നല്ലത്. ആ ടീഷർട്ട് കൊള്ളത്തില്ല. അതിന്റെ ചെരുപ്പിട്ടില്ല, വണ്ടി കയറിയിട്ട് ഇട്ട് കൊടുക്കാമേ കേട്ടോ.
ദുവാമി ടാബ് എടുത്തോ. അമ്മയുടെ ചാർജർ ബാഗിൽ വെക്കാം. കോമ്പ് വേണ്ടേ നിനക്ക്? അഥവാ ഷൂട്ട് ഉണ്ടെങ്കിൽ പോകണ്ടേ? എല്ലാം എടുത്തു വെച്ചോ? ഫേസ് ടവൽ എടുത്തു വെച്ചോ? ഇത്തിരി കഞ്ഞി ആക്കി കൊണ്ടുപോയാൽ അത് കഞ്ഞി കുടിക്കും. ഹായ്, അത് കാണിച്ചേ, അതും അങ്ങോട്ട് കാണിച്ചേ. നോക്കട്ടെ. ഹലോ ഷിൻഡറിനായോ? ഷിൻഡരൻ ഷിൻഡറിനായി. ദുവാമയുടെ ഇതാണ് നമ്മുടെ സ്വന്തം ഷംലാത്ത. ഇതാണ് ദുവാമിയെ ലൊക്കേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ. ദുവാമിയുടെ സന്തത സഹചാരിയാണ് ഇത്ത. ചെലപ്പോ നിങ്ങക്ക് ഷൂട്ട് ഉണ്ട് എങ്കിൽ ഹായ് ഗൈസ് പറഞ്ഞേ, അതും മുഴുവൻ പറഞ്ഞേ. ഹായ് ഗൈസ്, ഷൂണ്ടറിയായോ? മറ്റേ 8 കിലോ. ആദ്യം ഫസ്റ്റ് പാളയം പോണം. പാളയം പോയി ഊരിത്തരാം. പിടി. പാളയം പോയിട്ട് മറ്റേ കൊറിയർ എടുക്കണം. പെട്ടെന്ന് വേണം, സമയം പോയി. ഇപ്പൊ തന്നെ 3 മണിയാവാറായി. 2:30 അവിടെ ചെല്ലാൻ പറഞ്ഞതാ. എന്തെങ്കിലും ഒക്കെ പരിപാടി ചെയ്യാനായിട്ട് പോവും എന്റെ പുത്രൻ. തടയുന്നില്ലല്ലേ? തടയുന്നില്ല. മിണ്ടരുത്. കൈമാറ്റ്. അയ്യോ, അതിന്റെ ടോയ്സ് എവിടെ? അതടച്ചേന്. വാപ്പിയുടെ കയ്യില് ഷൂസ്. അതെങ്ങനെ ഇവിടെ അടുത്ത പരിപാടി ചെയ്തോണ്ടിരിക്കുക. പാവം എന്റെ ദുവാമി മാത്രമേ ഉള്ളു പാവം. അല്ലേ? ഞങ്ങളിനി നേരെ പോയി കൊറിയർ എടുത്ത്. അപ്പൊ ഞാൻ ഇനി ആദൂനെ ഒന്ന് ഫീഡ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് നമ്മള് അവിടെ പാളയം എത്തും. അവിടെ പോയി കൊറിയർ കളക്ട് ചെയ്യണം. ദെൻ സ്ട്രേറ്റ് ടു നമ്മുടെ മേക്കപ്പ്. പേര് പോലും എനിക്ക് അറിയത്തില്ല. ഞാനൊന്ന് മാപ്പൊക്കെ ഇട്ട് നോക്കട്ടെ. ബൈ ഗൈസ്. സോ ഞങ്ങൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. അതായത് നമുക്ക് മേക്കപ്പ് ചെയ്യണ്ടേ. അത് പേയാടുള്ള അൻഷയുടെ ഫ്ലാറ്റിലാട്ടോ നമ്മൾ മേക്കപ്പ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് അൻഷ, ബാക്ക് സൈഡിൽ നിൽക്കുന്നത് സിന്ധു ചേച്ചിയാണ് സാരി ഡ്രേപ്പ് ചെയ്യുന്നതും ഹെയർ ചെയ്ത് തന്നതും ഒക്കെ. ചെന്ന് കയറുമ്പോൾ മുതലുള്ള വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പിള്ളേരൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യണമല്ലോ, അതുകൊണ്ട് നടന്നില്ല. അവിടെ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന അൻഷയ്ക്ക് ഒരു ബേബിയുണ്ട്. അപ്പോൾ ആ ബേബിയായിട്ട് ആദും ദുവാമിയൊക്കെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ പുറത്ത്. അങ്ങോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞ് ഇത് അൻഷയുടെ പേജ് ഗ്ലാം ബൈ അൻഷ. ഞാൻ ടാഗ് ചെയ്തേക്കാട്ടോ ഇതില്. ഇത് നമ്മുടെ സാരി ഡ്രേപ്പ് ചെയ്ത് തന്നതും ഹെയർ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ചേച്ചി സിന്ധു ചേച്ചിയുടെ പേജ് എന്താ? പർപ്പിൾ ഓഷൻ. അത് ഞാൻ ടാഗ് ചെയ്തേക്കാട്ടോ. നമ്മള് കുറച്ച് ലേറ്റ് ആയിരുന്നു അല്ലേ? ചേച്ചി ഒറ്റ സെക്കൻഡ് ചേച്ചി കണ്ണിലൊന്ന് വരച്ചു കഴിഞ്ഞാൽ. എനിക്കറിയാം ഓരോന്നെടുത്തെടുത്ത് കാണിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബോറടിക്കും. പക്ഷെ ഞാൻ ചെയ്ത് വന്നപ്പോൾ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കും മനുഷ്യനെന്ന്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ചെന്നപ്പോഴും നമ്മൾ ഭയങ്കര കംഫർട്ടബിളായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ എല്ലാവരും. ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പം തന്നെ ഞങ്ങൾ അടുത്തൊരു ഷൂട്ടും കൂടി പ്ലാൻ ചെയ്തു. ബാക്കി വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇൻസ്റ്റയിൽ ഉണ്ടാവുമേ. ഒരേ സമയം എത്ര പരിപാടികളായാലും. ചേട്ടനാണ് നമ്മുടെ വീഡിയോഗ്രാഫർ. കഴിയാറായി. എന്നിട്ട് വേണം നിനക്ക് ചെയ്യാനല്ലേ? അതിനെ കഞ്ചെടുത്തേത് വാങ്ങി അത് എന്നെ നോക്കിയേക്കാം. ഈ രണ്ട് സുന്ദരികളാണ് എന്നെ സുന്ദരികളാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ സുന്ദരി
ആ സുന്ദരനാണ് എന്റെ സുന്ദരനെ മേച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഇതെന്റെ ചാനലിലേക്ക് ഷൂട്ട് ചെയ്തത്. ആരടാ അത്? ആദു നോ, ആദു നോ. അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കൊറിയർ എടുക്കണമെന്ന്, അത് ഇതാ സംഭവം കേട്ടോ. ഇതെനിക്ക് അയച്ചിരിക്കുന്നത് PA Crafts എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അവർ കുറച്ച് മുല്ല ആർട്ടിഫിഷ്യൽ പൂവും പിന്നെ കുറച്ച് ക്ലിപ്സും ദുവാമയ്ക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര യൂസ്ഫുള്ളായി. കറക്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് കിട്ടി. അന്ന് കിട്ടുമെന്നുള്ള ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്തായാലും കിട്ടി. സംഭവം സെറ്റായി. ഹലോ ഹലോ. അതുപോലെ എടുത്ത് പറയേണ്ട ഒന്നാണ് എൻ്റെ ഈ സാരിയും ബ്ലൗസും. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു, നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സാരി അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് മെയിലി ബൈ അരുണി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. ചെക്ക് ചെയ്യണം, ഞാൻ വേറെയും സാരി അവരുടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ദുവാമയുടെ മേക്കപ്പ് സെഷനും സ്റ്റാർട്ട് ചെയ്തു. അവളുടെ മേക്കപ്പ് പടപടാ കഴിഞ്ഞു. ഞങ്ങളപ്പോഴേക്കും ലേറ്റായി. പിന്നെ ആക്ച്വലി അവിടെ നമുക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി, അല്ലെങ്കിൽ ലൈറ്റ് പോവേ. ഇപ്പം തന്നെ പോയി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കൊള്ളാൻ പറ്റും, അടിപൊളി, നല്ല രസമായിട്ടില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേക്കപ്പും സാരി ഡ്രേപ്പിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ സാരി കിട്ടിയിരിക്കുന്നത് മെയിലി ബൈ അരുണി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന്. നൈസ് ആയിട്ടുണ്ട്. ആൻഡ് ദീസ് മുല്ലപ്പൂ ഫ്രം PA Crafts. താങ്ക് യു. ലൈറ്റ് കിട്ടുമോ എന്നുള്ളൊരു പേടിയിലാണ്. വഴിയിലങ്ങനെ നിന്ന് 2 ഫോട്ടോ എടുത്തിട്ട് പോയിരുന്നല്ലോ. ലൈറ്റ് പോയി ഗൈസ്. ഇപ്പം തന്നെ 6 മണി കഴിഞ്ഞു. ഞങ്ങളിതേ ലൊക്കേഷൻ എത്തി. അവിടെ എത്തിയപ്പോൾ ഈ വണ്ടികളൊക്കെ കിടക്കുന്നത് എന്താണെന്നറിയോ? എല്ലാം ഷൂട്ടിന് വന്ന ആൾക്കാരാണ്. മുക്കിന് മൂലയിൽ അവിടെ ഷൂട്ട് എടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം, ലൈറ്റൊക്കെ പോയി, സൂര്യൻ്റെ വഴിക്ക് പോയി. പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് റെഡി ആയതല്ലേ, 4 ഫോട്ടോ കിട്ടുമെന്ന് നോക്കാം. പിന്നെ ഞങ്ങൾ ദുവാമയെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ ദുവാമ അവരുടെ കൂടെ, അൻഷയുടെ കൂടെ ആട്ടോ വരാൻ നിന്നത്. അപ്പോഴത്തേക്കും ലൈറ്റ് പോകുമല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ച് പിക്സ് എടുത്തു. മോള് വന്നപ്പോഴത്തേക്ക് എക്സ്ട്രാ ലൈറ്റ് വെച്ചിട്ടെടുത്തു. അത് കാണിച്ചു കൊടുത്തേച്ചു. എങ്ങനെയുണ്ട്? അടിപൊളി. കിഡിലായിട്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കുറേ ചുളുങ്ങി വണ്ടിക്കകത്തിരുന്ന് നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നില്ലേ. ദുവാമയും എത്തിയിട്ടില്ല. സൂര്യൻ പോയി, സൂര്യൻ വീട്ടിൽ പോയി. പിന്നെ ഉള്ളതുപോലെയൊക്കെ തലങ്ങും വിലങ്ങും ഓടി ചാടി ചിരിച്ച് കളിച്ച് കുറേ ഫോട്ടോസ് കിട്ടി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വളരെ ലിമിറ്റഡ് ടൈമിൽ അത്രയും ലൈറ്റ് ഇല്ലാഞ്ഞിട്ട് പോലും നല്ല രീതിയിൽ ഔട്ട് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ്റെ കഴിവാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു മുണ്ട എൻ്റെ ഉണ്ടായിരുന്നു, അതിന് വെച്ചും കുറച്ചെടുത്തു. പിന്നെ ഫുള്ളി രാത്രിയാവുന്നതിന് മുന്നേ ദുവാമി എത്തി. അവൾ കുറച്ച് കണിക്കൊന്നയായിട്ടാണ് വന്നത്. പിന്നെ അവളെയും കൂടി വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഞങ്ങളങ്ങനെ അവിടുത്തെ പോർഷൻ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. കണ്ടോ, രാത്രി എക്സ്ട്രാ ലൈറ്റൊക്കെ പിടിച്ചു കൊടുത്തിട്ടാണ്. സണ്ണൊക്കെ പോയി മൂൺ വന്നു. ആ സമയം എക്സ്ട്രാ ലൈറ്റൊക്കെ പിടിച്ചു കൊടുത്തിട്ടാണ് ആ ഷൂട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്തായാലും കുഴപ്പമില്ല. ആദ്യം നമുക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇപ്പം നമ്മൾ ഔട്ട് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഇവരുടെയൊക്കെ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് നേരെ ഹയാത്തിലേക്കാണ്. ഹയാത്ത് റിജൻസിയിലേക്കാണ് ഞങ്ങൾ പോയത്. നമ്മുടെ ഫ്രണ്ട് നമുക്കൊരു ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹയാത്തിൽ വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിഷു കോസ്റ്റ്യൂം പോയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ കയ്യിൽ കണിക്കൊന്നയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ 2 ഫോട്ടോസും എടുത്തു. എന്തൊക്കെയോ റീല് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് എടുത്തു. ദുവാമയുടെ ഒരു റീലും അവിടെ ഇരുന്നാട്ടോ എടുത്തേ, നോക്കിയേക്കണേ. പിന്നെ അവിടെ നിന്ന് വളരെ ലൈറ്റായിട്ട് കുറച്ച് പേസ്ട്രി ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പെടാന്നിറങ്ങി. ഇതാണ് കേട്ടോ അൻഷയുടെ ഫാമിലി, അൻഷയും മോനും ഹസ്ബൻഡും. അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മളുമായിട്ട്. പിന്നെ കരുതി ഇത് നമ്മൾ ഹയാത്ത് റിജൻസിലെടുത്ത ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോഴേക്കും രാത്രി 11 മണിയായി. പിന്നെ ബാക്കി ഷൂട്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ടായിരുന്നു. എടുത്തിട്ടുണ്ട്. ആ
ശരിക്കും ഇത് ബാക്കിലാണ് പ്രശ്നം വരുന്നത്. പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ, കുഞ്ഞുങ്ങളുള്ളതാ താഴെ വീഴും. യൂട്യൂബ് ആണെങ്കിലും എന്നിലെ അമ്മ ഉണരും. ഒറിജിനൽ എവിടെ പഠിച്ചേ? അകത്ത് കഴിച്ചിട്ടല്ലേ ജപ്പാനിലെ നമ്മള് പോയപ്പോഴത്തേക്ക് മറ്റേ ഹാരി പോട്ടറിന്റെ അവളുണ്ടല്ലോ അതിന്റെ അകത്തുനിന്ന് ബേഡേ ആയിട്ടും വേണ്ടേ? പേടിയാണോ? പേടിയാണോ? ആ ബേബിയാണ് ഇത്. ആ പോട്ടെ വാങ്ങൂ. ഭയങ്കര ക്യൂട്ട്. നമ്മുടെ വിഷു ഷൂട്ട് ചെയ്ത ഒരു കുട്ടി വ്ലോഗ്. ഇപ്പൊ സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. എല്ലാം ഒന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി ഇവിടുന്ന് ഷൂട്ടിന് പോയപ്പോഴേ ലേറ്റ് ആയിപ്പോയി. പിന്നെ അവിടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എന്താവും അറിയത്തില്ല. എന്തായാലും ഫോട്ടോസ് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റയിൽ ഫോട്ടോസ് ഉണ്ടാവും. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഹാപ്പി വിഷു. ബൈ. അപ്പോൾ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഹാപ്പി വിഷു.